എന്താ ലക്ഷ്മി? ലക്ഷ്മി ഞാനാ. എന്താ? കുറച്ച് ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. ഞാൻ പിണക്കോ? അങ്ങനെ പറയരുത്, ഞാൻ തകർന്നു പോവും. ഇക്കോടെ കല്യാണമാണല്ലേ? എന്നാര് പറഞ്ഞു? ജിമ്മി ചേട്ടനും പവിത്രൻ ചേട്ടനും എന്നോട് പറഞ്ഞു. ആണോ? ഓരങ്ങനെ പറഞ്ഞ? എന്താ ശരിയല്ലേ? ശരിയല്ല, ഒട്ടും ശരിയല്ല. നമ്മുടെ കൽബ് കീഴടക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടി നമ്മൾ ഇന്നേ വരെ കണ്ടെത്തിയിട്ടില്ല. എന്നിട്ട് വേണ്ടേ നിക്കാഹ്? ഇത് എക്സിബിഷനിൽ പഠിച്ചാണ്. എടാ ബഷീർ, നിന്നെ ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. എന്താ വിശേഷം? വിശേഷം തിരക്കാൻ നാണുണ്ടോടാ നിനക്ക്? ഈ വീടിന്റെ വാടക വന്നിട്ട് എത്ര മാസമായി? 4-3. ഞാനേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ട് പണിയിച്ചതായി വീട്. സുഖമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. പടച്ചന്റെ കൃപകൊണ്ട് ഒരു കുഴപ്പമില്ല. വാടക ഇനത്തിൽ തന്നെ എനിക്ക് 1000 രൂപ തരാനുണ്ട്. അതിന് എന്ന് കിട്ടാനാ? നേരെ നേരത്തിന് മൂക്കുമുട്ട തിന്നാനും നല്ല പാന്റ് ഷർട്ട് ഇടാനും കാശുണ്ടല്ലോ. നല്ലതാണ്. എന്റെ കാശ് തരാൻ പറയുമ്പോ ഒരുമാതിരി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളൊന്ന് മെല്ലെ പറയും. 4 പെൺകുട്ടികളായിട്ട് നമ്മുടെ ഉള്ള മാനം കൂടെ കപ്പൽ കയറുന്നു. ഈ നാട്ടുകാർ മുഴുവൻ കേക്കട്ടെ. ഈ വീടിന്റെ വാടക കിട്ടിയിട്ടാണ് എനിക്ക് എന്റെ പെണ്ണിനെ കെട്ടിക്കാൻ. അതിന് ഞമ്മളില്ലേ? എന്താ പറഞ്ഞേ? അല്ല, വാടക വരാൻ ഞമ്മളില്ലേന്ന് പറഞ്ഞതാ. നീയും കൂടി ചാടി പോകരുതല്ലോ. ഒരുത്തൻ ഗൾഫിലേക്കെന്നും പറഞ്ഞ് രാവിലെ പോയി, മറ്റവനെ കാണാനില്ല. നിങ്ങൾ നേരാണ് പറഞ്ഞത്. നീ പോയി അന്വേഷിക്കടാ. വേഗം എന്റെ വീട് ഒഴിഞ്ഞേരണം. ഇന്ന് 5 മണിക്ക് മുമ്പ് എന്നെ കാശ് കിട്ടണം. ഗൾഫിൽ പോയോ? പ്രിയപ്പെട്ട ബഷീർ, ഞാൻ പോകുന്നു. പവിത്രൻ നമ്മെ രണ്ടുപേരെ ഉപേക്ഷിച്ച് ഗൾഫിൽ സ്വർണം കൊയ്യാൻ പോയി. അതുകൊണ്ട് ഞാനും ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. നാരായണിയമ്മയുടെ വാടക കാശും കടകളിലെ പറ്റുകാശും നീ തന്നെ കൊടുക്കണം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്. ഇന്ന് സ്വന്തം ജിമ്മി. എന്ത് ജാതി ക്രാഫ്റ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്? അത് ശരി, പെട്ടി മാറ്റിയിട്ടാണ് പോയിരിക്കണല്ലേ? ഇബിലീസുകളെ, എങ്ങനെ മനസ്സ് വന്നിടാ നിങ്ങൾക്ക് നമ്മളെ വെട്ടി മാറ്റാൻ? ഒരേ പായല് തിന്നും കുടിച്ചും കിടന്നുറങ്ങിയവരല്ലടാ നമ്മള്. ഇതെന്താണ്? നമ്മളെ കുത്തുവാള എടുപ്പിച്ചിട്ട് രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ നടക്കൂല. എടാ പവിത്ര, ജിമ്മി, പുറപ്പുകളെ, നിങ്ങൾ ഏത് തുളയിൻ്റെ ഉള്ളിൽ കൂടെ ചാടിയാലും ആളുകൾക്ക് ഊട്ടിക്ക് പോയ ആളുകൾക്ക് അണ്ണാച്ചി വണ്ടി നിർത്തണം. ഹലോ, വണ്ടി ഒന്ന് നിർത്താൻ. അങ്ങനെ ഊട്ടി. തമിഴ് പറഞ്ഞാലും മനസ്സിലാവില്ല. ഊട്ടി 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 ഊട്ടിക്ക് പോണെങ്കിൽ ആരാവത് ഊട്ടി. അണ്ണാച്ചി ഞാൻ ഊട്ടി. എനിക്ക് ഊട്ടിയാ? അല്ലല്ല, ഊട്ടി പോണം. അപ്പൊ ഉക്കാരങ്ക സാർ. ഊട്ടി ഊട്ടി. സാർ 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 എന്താടാ? അവളെ തമ്മിൽ വേറെ ആരില്ല. നീപ്പള. ശരി, പോ. ഒരു പകുതി മുറിഞ്ഞ ബസ്സുമായിട്ട് നടക്കണം. കള്ളപ്പാണ്ടി. സോറി സാർ, ഒരാളോടെ കയറാനുണ്ട്. ദൂരം കാറ് വന്നു. ഒന്ന് രക്ഷിക്കില്ല. സോറി. നിങ്ങൾ ഊട്ടിക്കാണോ? ഞാൻ ഊട്ടിക്കുള്ളൊരു യാത്രക്കാരനാ. ആ ബസ്സിൽ വെച്ച് ഈ വാളൊരു സ്ത്രീയുടെ ശരീരത്ത് കൊണ്ട് പ്രശ്നമായി. ഇതിലാവുമ്പോ പിന്നെ സ്ത്രീകളൊന്നും ഇല്ലല്ലോ പ്രശ്നമാവാൻ. എന്നെ കൂടെ ഒന്ന് കയറ്റോ? വളരെ നന്ദി. ഒന്നങ്ങോട്ട് നീങ്ങിയിരുന്നാട്ടെ. വണ്ടി വിട്, വണ്ടി വിട്.
വണക്കം. നമസ്കാരം. അയ്യോ, സാർ മലയാളിയാണോ? ആ അതെ. പിന്നെന്താ ഈ വേഷത്തില്? എന്താടാ വാളും പരിചയമായിട്ട് ഊട്ടിയിൽ അംഗത്തിന് പോകണോടാ? അംഗത്തിന് പോവുകയാണോ എന്ന് ചോദിച്ചാൽ അംഗത്തിന് തന്നെയാണ് സാർ. പോലീസുകാരോട് തർക്കുത്തരം പറയുന്നോടാ റാസ്കൽ. പിന്നെ ആരോടാണ് സാർ പറയുക? നീ ആരാടാ? വീരപ്പനോ പ്രഭാകരനോ? നിന്നെ കണ്ടാൽ അങ്ങനെയുള്ള ലക്ഷണമൊക്കെ ഉണ്ടല്ലോടാ. അത് സാറിന് എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാ. പിന്നെ നീ ആരാടാ? ഞാൻ ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ ഇളയ തമ്പുരാൻ. ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ ഇളയ തമ്പുരാൻ. അയ്യോ, ഞാൻ ആളറിയാതെ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് എന്നോട് ക്ഷമിക്കണേ. സാരമില്ല സാർ, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. ആ, ഇത് തറവാട്ടുവക ഉടവാളാണ്. തലമുറകളായി കൈമാറി വന്ന വാൾ. അത്ഭുതങ്ങൾക്ക് പേര് കേട്ട ഉടവാളാണ്. ആ, ചെന്നിലോട്ട് കൊട്ടാരത്തിലെ ഈ ഉടവാള് തൊട്ട് വണങ്ങിയാൽ ക്ഷത്രിയ ഗുണങ്ങളുള്ള കുട്ടികൾ ജനിക്കുമെന്നാണ് ശാസ്ത്രം. ഓഹോ, ഞാനിതൊന്നും തൊട്ട് വണങ്ങിക്കോട്ടെ. അയ്യോ, തൊട്ട് വണങ്ങിയത് കൊണ്ട് മാത്രം എന്ത് പ്രയോജനം? അല്ല, വണങ്ങിക്കോളൂ. എന്റെ ചെന്നിലോട്ട് ഭഗവതി അമ്മേ രക്ഷിക്കണേ. Excuse me, can I get a lift to Ooty? இறங்க. Thank you. കുട്ടി അങ്ങോട്ടാ? പറഞ്ഞത് കേട്ടില്ലേ? ഊട്ടിക്ക്. ഞാൻ വെറുതെ ചോദിച്ചതാ. ഊട്ടിയില് ഞാൻ അങ്കിളിനെ കാണാൻ പോവാ. ആ, എന്താ പേര്? രഞ്ജിനി വർമ്മ. ഇത് ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ തമ്പുരാൻ. തമ്പുരാൻ. ഹലോ. ഹലോ. തമ്പുരാന് ഞാൻ വെറുതെ സംശയിച്ചു. ആ, എന്നോട് പൊറുക്കണേ. ഓ, ആ ഡ്രൈവർ അന്ത ഓരമാ നിപ്പാട്ട്. എനിക്കിന്ന് ഇവിടെ ഡ്യൂട്ടി. മന്ത്രി വരുന്നുണ്ട്. ഓഹോ. തമ്പുരാന് വിരോധമില്ലെങ്കിൽ ആ ഉടവാള് ഒന്നുകൂടി തൊട്ട് വണങ്ങിക്കോട്ടെ. വണങ്ങിക്കോളൂ. എനിക്കില്ലെങ്കിലും എന്റെ ഭാര്യയ്ക്കെങ്കിലും ക്ഷത്രിയ ഗുണമുള്ള ഒരു പുത്രൻ ജനിക്കണമേ എന്റെ ഭഗവതി. എക്സ്ക്യൂസ് മീ, ഊട്ടിയിലെ തന്നെ ഇനി ഒരുപാട് സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കാം. ഓ, ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു. ആ കോൺസ്റ്റബിൾ എന്തിനാ സംശയിച്ചത്? വെറുതെ സംശയിച്ചതാ. എന്നെ കണ്ട വീരപ്പനാണെന്ന് തോന്നുന്നു. നോക്കുന്നവർക്ക്. അപ്പൊ ഈ ഇരിക്കുന്ന തലയെക്കെട്ടുകാരൻ വീരപ്പനാണെന്ന് ഞാൻ പറഞ്ഞാലോ? മനസ്സിലാവൂല. പാണ്ഡ്യ, അണ്ണാച്ചി. അതേടാ, ഞാൻ പാണ്ഡ്യടാ. അയ്യോ, അണ്ണാച്ചി നിന്റെ അപ്പം തേങ്ങാവെട്ടുകാരൻ തോമസ്. കുറെ നേരമായി നിന്റെ പുളുടിയൊക്കെ ഞാൻ കേൾക്കുന്നു. ഇറക്കടാ പുറത്ത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എന്താ ഇത്? പുള്ളി എന്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഭ്രാന്തന. ഒന്നും കാര്യം വെക്കണ്ട. പിന്നെ പറയാം. പവിത്രനല്ല, രാജരാജ ചോഴൻ. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ല. നീ എന്നതാ പറഞ്ഞത്? ചെന്നിലോട്ട് കൊട്ടാരത്തിലെ രവിവർമ്മ തമ്പുരാൻ റോയൽ ഡിസിപ്ലിൻ. ഇതൊക്കെ ഞാൻ വേണ്ട. തീക്കൊള്ളി പത്രം ഓഫീസിൽ അച്ചു നിർത്തിയിരുന്ന ജിമ്മി തോമസ് എന്ന നീ വാളും പരിചയമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയടാ. തമ്പുരാന്റെ ദത്തപുത്രനാവാനല്ലേ? ഞെളിയല്ലേ? നീ പിന്നെ ഊട്ടിക്ക് വന്ന അമ്മാവന്റെ പൊലവിളി അടിയന്തരം നടത്താനല്ലേ? അവന്റെ ഗൾഫിലെ അമ്മാവൻ ഗരുഡ ഏജൻസീസ് വിസ എന്നെ പറ്റിച്ച് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് തമ്പുരാനായിട്ട് വാഴാന്ന് വിചാരിച്ചല്ലടാ. നിന്നെ പോലത്തെ ഏരപ്പയ്ക്ക് റോയൽ ഫാമിലി വലിഞ്ഞു കയറാമെങ്കിൽ എനിക്കും കയറടാ. നാണല്ലേ നിങ്ങക്ക്? സാറന്മാരെ, എനിക്ക് പോണം. വണ്ടി കയറാ മാപ്പിളെ. ഊട്ടി ചെല്ലുമ്പോ കാണിച്ചു തരാട്ടാ. ഇനിയിപ്പം തമ്പുരാനാക്കി തരടാ. വാടാ കൊറേ കറ പന്നി തെറി പറയലടാ പട്ടി. വണ്ടി വിടണ്ട. ഊട്ടിയിൽ എനിക്ക് കൊലയാനടക്ക പോകും. വള
റേഡിയോട്ടിൽ തന്നില്ലേ? ഒരു നിമിഷം. എങ്ങനെ ചൂടാവാണ്ടിരിക്കും? എരണം കെട്ട ഓരോന്നല്ലേ കാലത്ത് വണ്ടി കയറിയിരിക്കുന്നു. വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല അങ്ങാതി. ഹായ് സീന. സീന, നീ എന്താ ഇവിടെ? എത്ര നാളായി കണ്ടിട്ട്? ഒന്ന് പതുക്കെ പറയൂടി. വാ വാ വാ.